മനോഹരമായ ഒരു ബെഡ് ഇവിടെ. പകലല്ല, രാത്രി. നിലാവെളിച്ചം ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചിറങ്ങും. വിചാരിച്ചു താങ്കളുടെ ഭാര്യ കുളിച്ചൊരുങ്ങി നല്ലൊരു നൈറ്റ് ഗൗൺ ഇട്ട്, അല്ലെ മുല്ലപ്പൂണ്ട് കേട്ടോ, ആ മുല്ലപ്പൂവിന്റെ ഗന്ധം കിട്ടിയോ? ആ നിലാവിൽ കുളിർന്ന ഈ നിമിഷത്തിൽ ആ പൂവിന്റെ പുറത്ത് ഭാര്യ കൈവയ്ക്കുന്നു. വെച്ചോ? വെച്ചു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നിലാവിന്റെ വെളിച്ചം, മുല്ലപ്പൂവിന്റെ ഗന്ധം, ഭാര്യയുടെ സാമീപ്യം, ഇത്രയുമായിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം. നോ, ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. ഇനി ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ. ഇരുന്നട്ടെ. ഇതൊരു ബെഡ്റൂം അല്ല, ബാത്റൂം. ഷവറിനെത്താണ് ഞാൻ നിൽക്കുന്നു. ഇന്നോ എന്റെ ഭാര്യ ഓഫീസിൽ പോകാൻ തയ്യാറായി സാരി ഉടുത്ത് എന്റെ അതിലൂടെ പോകുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവിടെ വിളിക്കുന്നു. ബാത്റൂമിലേക്കോ? സാരി തന്നെയില്ലേ? സാരി തന്നെ. അത് പ്രശ്നമല്ലെന്ന് ഭാര്യ കരുതിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ സംഭവിക്കും. ഈ നിലാവെളിച്ചത്തിന്റെയും മുല്ലപ്പൂവിന്റെയും കുറച്ചക്കരത്തിന്റെ ഒന്നും കാര്യമില്ല. മനസ്സിൽ തമ്മിലുള്ള ഐക്യമാണ് മുഖ്യം. അനിയോ, നീ ആള് ഭയങ്കരനാടാ. ഒന്നുമില്ല, ഇതിലുള്ള കാര്യം വെട്ടിത്തോന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം ഇതാ. എനിക്ക് രാത്രിയാണെന്ന് തോന്നുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് പകരം, എന്റെ ഭാര്യയ്ക്ക് രാത്രിയാണെന്ന് തോന്നുമ്പോൾ എനിക്ക് പകരം. പിന്നെ ഞാൻ ഇവിടെ വരുന്നവരോടൊക്കെ ഇതൊരു ബെഡ്റൂമായി സങ്കല്പിക്കാന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് സ്വയം സമാധാനിക്കാതെ പതിവ്. അനിയാ, ഇതെങ്ങനെയൊന്ന് ശരിപ്പെടുത്തും? നമുക്ക് ഇടയ്ക്കിടെ കാണാം. ഇറങ്ങട്ടെ.